ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ. നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രിലാറ്ററൽ എന്ന 4 സൈഡഡ് പോളിഗൺ ആണ് ക്വാഡ്രിലാറ്ററൽ. 4 സൈഡ്സ് ഉള്ള എല്ലാ പോളിഗണെയും നമ്മൾ എന്ത് പറയും? ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അതിന്റെ 4 ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഒരു സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിലെ 4 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തൊരു ക്വാഡ്രിലാറ്റർ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിന്റെ സർക്കം സർക്കിളാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടീസസ് ഓൺ എ സർക്കിൾ. സച്ച് ക്വാഡ്രിലാറ്ററൽസ് ആർ കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇങ്ങനെ വരുന്ന ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം എന്ന് പറയും. അതായത് സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററിന്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഈ ക്വാഡ്രിലാറ്ററിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ ക്വാഡ്രിലാറ്റർ നോക്കി, ഇവിടെ ഈ ഒരു 2 പോയിന്റിൽ വെച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 സെഗ്മെന്റ് ആവും. അപ്പൊ ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഈ സെഗ്മെന്റ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസിന്റെ സം 180 ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 180 ആയിരിക്കും. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും പ്രൂവ് ചെയ്യാം. അപ്പൊ ABCD എന്ന ക്വാഡ്രിലാറ്റർ അതിന്റെ ഈ ആംഗിൾ X എന്നും ഈ ആംഗിൾ Y എന്നും എടുത്തു. ഓക്കെ, അതിന്റെ സെൻട്രൽ ആംഗിൾ സെൻട്രലിലേക്ക് ജോയിൻ ചെയ്തു. സെൻട്രലിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഇത് Y ആയതുകൊണ്ട് ഇത് 2Y വരും. ഇത് X ആയതുകൊണ്ട് ഇത് 2X ആവും. അപ്പൊ Xും ഈ 2Xും 2Yയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾസ് 2Xും 2Y ആയി. അപ്പൊ 2X + 2Y എന്ന് പറയുന്നത് 360. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത, സർക്കിളിലെ 4 പോയിന്റ് മാർക്ക് ചെയ്തു, അത് ജോയിൻ ചെയ്ത് ഒരു ക്വാഡ്രിലാറ്റർ വരച്ചു. അപ്പൊ കിട്ടിയ ക്വാഡ്രിലാറ്ററിന് ഒരു ആംഗിൾ X എന്നും ഒരു ആംഗിൾ Y എന്നും എടുത്തു. അപ്പൊ ഇത് X ആകുമ്പോൾ അതിന് ട്വൈസ് ആയിരിക്കും ഇത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിള്. ഇത് Y ആകുമ്പോൾ അതിന് ട്വൈസ് ആയിരിക്കും ഇത് 2Y. അപ്പോൾ 2Xും 2Yയും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 360 ഡിഗ്രി ആണ്. അപ്പൊ അതിൽ 2 വെളിയിലെടുക്കുക. 2 × X + Y എന്ന് പറയുന്നത് 360. അപ്പോ X + Y എന്ന് പറയുന്നത് 180. അപ്പൊ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയിരിക്കും. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊള്ളുന്നില്ല. കാരണം BD എന്ന കോഡ് വരച്ചു കഴിഞ്ഞാൽ 2 സെഗ്മെന്റ് ആവും. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസിന്റെ സം 180 ആണ്. അതുകൊണ്ട് X + Y 180 അങ്ങനെ ഡയറക്റ്റ് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ഈ രീതിയിലും തെളിയിക്കാം. അപ്പോ ഒരു സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്റർ ആണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. അപ്പോ ആംഗിൾ A + ആംഗിൾ C 180 ആണ്. അതുപോലെ ആംഗിൾ B + ആംഗിൾ Dയും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ if all the vertices of a quadrilateral are on a circle, then sum of its opposite angles is 180 degree. Such quadrilaterals are called cyclic quadrilateral. അപ്പോൾ ഈ പേര് ഓർത്തിരിക്കുക. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് ഓൾ ഇറ്റ്സ് വെർട്ടീസസ് ഓൺ എ സർക്കിൾ. ഓക്കെ, ഫൈൻഡ് X ആൻഡ് Y ഇൻ ദിസ് ഫിഗർ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിൽ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രിലാറ്റർ വരച്ചിട്ടുണ്ട്. ഒരു ആംഗിൾ 50 ആണ്, ഒരു ആംഗിൾ 100 ആണ്. ഫൈൻഡ് Y ആൻഡ് X. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പോൾ 180 50 കുറയ്ക്കുന്നതാണ്. അപ്പോൾ Y = 180 - 50. അതുപോലെ X = 180 - 100. 180 - 100 80. Y = 180 - 50 130. അപ്പോൾ Xും Yയും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പോൾ 180 ഈ ആംഗിൾ കുറച്ചാൽ ഇത് കിട്ടും, 180 ഈ ആംഗിൾ കുറച്ചാൽ ഇത് കിട്ടും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. വേറെ പ്രോബ്ലം കൂടി ഇവിടെ ചിത്രത്തില് ഇൻ ദി ഫിഗർ ഡയമീറ്റർ ഈസ് ഡ്രോൺ ആൻഡ് ദിസ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കണ്ടോ, സർക്കിളിലെ 4 പോയിന്റ് വെർട്ടീസ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്റർ ആണ്, സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞ Xും Yയും ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് സെൻട്രൽ ആംഗിൾ ആണ് നമുക്കറിയാവുന്നത്. ഈ ആർക്കിന്റെ സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആണ് ഇത്. അപ്പൊ 80യുടെ ഹാഫ് ആണ് X. അതായത് X എന്ന് പറഞ്ഞാൽ 80/2, ദാറ്റ് ഈസ്
40 ഡിഗ്രി. ഇത് 40 ആകുമ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ y കാണാൻ 180, ഇത് 40 കുറയ്ക്കുക, 180 - 40 is 40. ക്ലിയർ ആയി പറഞ്ഞത്? ഓക്കെ, we can draw a circle through any 3 vertices of a quadrilateral. കാരണം നമ്മൾ സർക്കിൾ ഓഫ് ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ടാണ്. അപ്പൊ ഏത് 3 പോയിന്റും ഏത് ട്രയാങ്കിൾ കിട്ടിയാലും അതിന്റെ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സ്ട്രേറ്റ് ലൈനിലല്ലാത്ത ഏത് 3 പോയിന്റും കിട്ടിയാൽ അതിന്റെ 3 പോയിന്റിലൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാം. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 3 വെർട്ടെക്സിലൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പൊ 4ാമത്തെ വെർട്ടെക്സും കൂടി സർക്കിൾ വരുമ്പോഴാണ് നമ്മൾ അതിന്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുക. ഈ 4th vertex is on the circle, then we say that it is a cyclic quadrilateral. ഈ 4th vertex സർക്കിൾ ആകുമ്പോൾ അങ്ങനെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ 4th vertex സർക്കിളിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സർക്കിളിന് പുറത്തു വരാം. അപ്പൊ ഇവിടെ 4th vertex സർക്കിളിന് പുറത്താണ്. അതായത് ഡി എന്ന പോയിന്റ്, ആ ABCD എന്ന് പറയുന്നതിൽ എയും ബിയും സിയും ഈ സർക്കിളിലെ പോയിന്റ് ആണ്. ഡി ഔട്ട്സൈഡ് ദി സർക്കിൾ ആണ്. അപ്പൊ ഡി ഔട്ട്സൈഡ് ദി സർക്കിൾ ആകുമ്പോൾ there should be a point E on this line meet the circle അല്ലേ? അപ്പോൾ ഈ ലൈൻ സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് E ആണ്. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ കണ്ടോ ABCE എന്ന് പറയുന്നത് 4 പോയിന്റ് സർക്കിളിലാണ്. അതുകൊണ്ട് ABCE സൈക്ലിക്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 180 ആണ് നമുക്കറിയാം. ഇനി നോക്കിക്കേ, ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആംഗിൾ ആണിത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾ ആണിത്. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി ഇന്നർ ആംഗിൾ അറ്റ് ദി അതർ 2 വെർട്ടിസസ് ആണ്. അപ്പൊ ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആംഗിൾ ഇ കിട്ടുക. അപ്പൊ ആംഗിൾ ഡിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ ആംഗിൾ ഇ കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിനോട് ഒരു ആംഗിൾ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് വരിക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറിയ ആംഗിളാണ് ആംഗിൾ ഡി. അപ്പോ ഡി എന്ന വെർട്ടെക്സ് സർക്കിളിന് പുറത്താണെങ്കിൽ ഡിയിൽ ഉണ്ടാക്കുന്ന ആംഗിള് ഇയിൽ ഉണ്ടാക്കുന്ന ആംഗിളിനേക്കാൾ ചെറുതാണ്. കാരണം ഇതിന്റെ രണ്ടിന്റെ സമ്മാണിത്. അപ്പൊ ഇതിനേക്കാൾ ചെറുതാണിത്. അപ്പോ ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ആംഗിളിന്റെ കൂടെ ഇതിനേക്കാൾ ചെറിയൊരു ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180നേക്കാൾ കുറവായിരിക്കും. സോ ആംഗിൾ ഡി ഷുഡ് ബി ലെസ് ദാൻ ആംഗിൾ AC. സോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ലെസ് ദാൻ 180. അപ്പോൾ നമ്മൾ പറഞ്ഞ എത്രയാണ്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 3 വെർട്ടെക്സിലൂടെ നമുക്ക് സർക്കിൾ വരയ്ക്കാം. 4ാമത്തെ വെർട്ടെക്സ് സർക്കിളിന് പുറത്താണെങ്കിൽ ആ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും കൂടി ആഡ് ചെയ്യുന്നത് എപ്പോഴും 180 കുറവായിരിക്കും. സർക്കിളിലാവുമ്പോൾ മാത്രമേ 180 വരുള്ളൂ. ഇനി സർക്കിളിലെ അകത്താണെങ്കിലോ ഡി എന്ന പോയിന്റ് ഇവിടെയാന്ന് വിചാരിക്കുക. ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ആ സർക്കിളിലെ ഒരു ക്വാഡ്രിലാറ്ററൽ, ആ ക്വാഡ്രിലാറ്ററൽ 3 വെർട്ടെക്സിലൂടെ സർക്കിൾ വരച്ചിരിക്കുന്നു. 4ാമത്തെ വെർട്ടെക്സ് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ. അപ്പൊ എന്ത് ചെയ്യാം? AD അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ AD അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സർക്കിളിൽ ഇ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അപ്പൊ EC ജോയിൻ ചെയ്യുന്നു. അപ്പൊ നോക്കിക്കേ, ABCE എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ABCE സൈക്ലിക് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആയിരിക്കുമല്ലോ. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ എ 180 ആണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾ ആണ് ഡി. കാരണം ഈ സൈഡ് പ്രൊഡ്യൂസ് ചെയ്തതാണല്ലോ. അപ്പൊ ഇയും സിയും കൂടി ആഡ് ചെയ്യുന്നതാണ്. അതായത് ഈ 2 ആംഗിൾസിന്റെ സമ്മാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ വലുതാവൂല്ലോ ഇത്. അപ്പൊ ആംഗിൾ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഇ. ആംഗിൾ ഡി ഗ്രേറ്റർ ദാൻ ആംഗിൾ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബിയും ഡിയും ആഡ് ചെയ്താൽ എത്ര? ബിയും ഇയും ആഡ് ചെയ്താൽ 180 ആണെന്നറിയാം. അപ്പൊ ബിയുടെ കൂടെ ഇയേക്കാൾ വലിയൊരു ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180യേക്കാൾ കൂടുതൽ വരണം. അപ്പോ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി വിൽ ബി മോർ ദാൻ 180. അപ്പോ സർക്കിളിന് അകത്താണ് 4th വെർട്ടെക്സിൽ, ആ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും കൂടി കൂട്ടുന്നത് 180 കൂടുതലായിരിക്കും. സർക്കിളിന് പുറത്താണ് പോയിന്റെങ്കിൽ ആ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിളും കൂടി കൂട്ടുന്നത് 180 കുറവായിരിക്കും. അപ്പൊ സർക്കിളിലാകുമ്പോൾ മാത്രമേ 180 ആവുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആകുമ്പോൾ മാത്രമേ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവുന്നുള്ളൂ. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോ if the 4th vertex is outside the circle, sum of that angle and the opposite angle is less than 180, and the 4th vertex is inside the circle, sum of that angle and the opposite angle is more than 180. അപ്പോൾ അകത്താണെങ്കിൽ 4th vertex inside ആണെങ്കിൽ more than 180,
പുറത്താണെങ്കിൽ <180. അപ്പോൾ സർക്കിളിലാകുമ്പോൾ മാത്രമേ 180 വരുന്നുള്ളൂ. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയാൽ അത് സൈക്ലിക് ആയിരിക്കും. 180 കുറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന് പുറത്തും, 180 കൂടുതലാണെങ്കിൽ സർക്കിളിന് അകത്തുമാണ്. അപ്പോൾ അകത്തും പുറത്തും അല്ലാത്ത അവസ്ഥ നമ്മൾ 1 സർക്കിൾ ആയല്ലോ. അപ്പോൾ സർക്കിളിലെ പോയിന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പറയാൻ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.